إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. സൂറത്തുൽ ബഖറയിലെ സത്യവിശ്വാസികളെ സംബന്ധിച്ചുള്ള അടയാളങ്ങൾ വിശദീകരിക്കുന്ന ഭാഗം കഴിഞ്ഞു. അതില് സത്യവിശ്വാസികളുടെ അടയാളമായി അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു, മലക്കുകൾ, പരലോക സംബന്ധമായ കാര്യങ്ങൾ, ഇത്തരം അഭൗതികമായ അദൃശ്യമായ കാര്യങ്ങൾ അതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ നാം സംസാരിച്ചിട്ടുണ്ട്. ആ വിശ്വാസം അവരുടെ ജീവിതത്തിൽ പ്രവർത്തന രൂപത്തിൽ പ്രകടമാവും. അതിൻ്റെ ഒന്നാമത്തെ അടയാളം വയുഖീമൂന സ്വല, ഏറ്റവും പ്രധാനപ്പെട്ട പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റെല്ലാ അമലുകളുടെയും സ്വീകാര്യതയെ ബാധിക്കുന്ന മുസ്ലിം എന്ന മെമ്പർഷിപ്പിന് നമ്മെ അർഹമാക്കുന്ന പരലോകത്ത് വെച്ച് നമ്മളെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കുന്ന ഇബാദത്ത് നമസ്കാരം, അതതിൻ്റെ യഥാവിധി അവർ നിലനിർത്തും. സാമ്പത്തിക രംഗത്തുള്ള എല്ലാ ബാധ്യതയും ചെയ്യും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ശേഷം ആ വിശ്വാസമനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്നാണോ വേദഗ്രന്ഥങ്ങൾ പറയുന്നത്, ആ വേദഗ്രന്ഥത്തിൽ ഖുർആന് മുമ്പ് ഇറക്കപ്പെട്ടതിലും ഖുർആനിലും അവർ വിശ്വസിക്കും. സർവോപരി ഇതിനെല്ലാം ഉൾപ്രേരകമായി വർത്തിക്കുമാറ് പരലോക വിശ്വാസത്തിൽ അവർ ദൃഢവിശ്വാസമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈക, അക്കൂട്ടർ, നേരത്തെ പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും ഒത്തിണങ്ങിയ ആളുകൾ. അലാ ഹുദം മിർ റബ്ബിഹിം, അലാഹുദൻ, അവർ സന്മാർഗത്തിന്മേലാണ്. മിർ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള സന്മാർഗത്തിന്മേലാകുന്നു അവർ. വ ഉലൈക, അക്കൂട്ടർ, ഹും, അവർ തന്നെയാണ് അൽ മുഫ്ലിഹൂൻ, യഥാർത്ഥ വിജയികൾ. നേരത്തെ പറഞ്ഞ ക്വാളിറ്റിയുള്ള ആളുകൾ. നമുക്കറിയാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുമ്പോൾ 3 വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന്, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ, നിങ്ങൾക്ക് ഭൂമിയിൽ അക്കോമഡേഷൻ ഉണ്ട്. വ മത്താഉൻ, ജീവിത വിഭവങ്ങളും അവിടെ ഉണ്ട്, അന്വേഷിച്ച് കണ്ടെത്താം. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. മൂന്നാമത്തത്, ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഹുദ വരും. ആ ഹുദ അള്ളാഹു അനുഗ്രഹിച്ച് നൽകുന്നതാണ്. അബൂ താലിബ് 42 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മതിൽക്കെട്ട് പോലെ സംരക്ഷിച്ച ആളാണ്. വിശ്വാസികളടക്കം, പ്രവാചകനടക്കം അദ്ദേഹം ഹിദായത്തിലേക്ക് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. മരണസമയത്ത് പോലും അബൂ താലിബിന്റെ അടുക്കൽ വന്ന് പ്രവാചകൻ താണ് കേണ് അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല. ഹിദായത്ത് അള്ളാഹു നൽകണം. അവൻ അതിന് ചില നടപടിക്രമങ്ങളും യുക്തി രഹസ്യങ്ങളും ഉണ്ട്, നമ്മൾക്കറിയില്ല. വർഷങ്ങളോളം തൻ്റെ കൂടെ ശരീരം പങ്കിട്ട് ജീവിച്ച ഇണ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഭാര്യമാർക്ക്
സ്വാഭാവികമായിട്ടുള്ള ഭർത്താക്കന്മാർ എന്ന നിലക്ക് ആ രണ്ട് പ്രവാചകന്മാരും ഹിദായത്ത് കിട്ടണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ കിട്ടിയില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനെ ഹിദായത്തിലേക്ക് കൊണ്ടുവരണമെന്ന് എന്തുമാത്രം ആഗ്രഹിച്ചു, പക്ഷേ കിട്ടിയില്ല. എന്നാൽ ഞാനാണ് റബ്ബ് എന്ന് പറയുകയും ഞാനല്ലാത്തൊരു റബ്ബുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ ഫറോവയുടെ ഭാര്യക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തു. എന്താ കാര്യം? അള്ളാഹുവാണത് കൊടുക്കുന്നത്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകരെ, താങ്കൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് കൊടുക്കുക. ആ ഹുദയിലാണ് ആര്? ഈ ലക്ഷണങ്ങളുള്ള ആളുകൾ. ആ ഹിദായത്ത് കിട്ടണമെങ്കിൽ ഈ ലക്ഷണങ്ങൾ, ഈ ക്വാളിറ്റി അവന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാക്കേണ്ടതും. അത് ഒന്ന്, ഹിദായത്ത് കിട്ടാനുള്ള വഴി ഇതാണ്, ഈ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഉലൈക അലാ ഹുദൻ മിർ റബ്ബി. രണ്ടാമത്, ഈ ഹുദ കിട്ടാൻ വേണ്ടി അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്നത് വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. വമൻ യഅ്തസിം ബില്ലാഹ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ വേദഗ്രന്ഥവും അതിന്റെ വിശദീകരണമായ പ്രവാചക വചനങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കും. മൂന്ന്, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. എന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് നാം വളരെ എളുപ്പത്തിൽ ഹിദായത്ത് നൽകും. മറ്റൊന്ന്, ഫബശ്ശിർ ഇബാദിയല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് ഉലൈക ഹും ഉലുൽ അൽബാബ്. സൂറത്തു സുമറിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ നിന്ന് തനിക്ക് പിൻപറ്റാവുന്ന കാര്യങ്ങളെല്ലാം പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവരെ അള്ളാഹു ഹിദായത്തിലാക്കിയ വിഭാഗമാകും. അപ്പൊ ഈ ഹിദായത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് രക്ഷയില്ല. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് കിട്ടാനുള്ള വഴിയാണ് സൂറത്തുൽ ബഖറ തുടക്കത്തിൽ ഇത്രയും കാര്യങ്ങൾ അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്. ഇവരെ പറ്റി അള്ളാഹു പറയുന്നത് ഉലൈക അലാ ഹുദൻ മിർ റബ്ബി. ഉലൈക, ആ കൂട്ടർ, അലാഹുദൻ, സന്മാർഗത്തിന്മേലാണ്. അത് സന്മാർഗം വാഹനമാക്കിയവരാണ്. സന്മാർഗം അവരുടെ മേൽ കെട്ടിവെച്ചതല്ല. അവര് സന്മാർഗത്തിന്റെ മുകളിലാണുള്ളത്. അവരെ മുകളിൽ സന്മാർഗം വന്ന് നിൽക്കുകയല്ല. അപ്പൊ എന്താണ്? സ്വന്തം ഇഷ്ടപ്രകാരം ചിന്തിച്ചും പഠിച്ചും ജീവിതത്തിൽ അവർ അത് ആവാഹിച്ചെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ വിശ്വാസിയാവണമെങ്കിൽ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ യകൂന ഹവാഹു തബിഅൻ ലിമാ ജിഇതു ബിഹി, ഞാൻ കൊണ്ടുവന്ന ഈ ആദർശം, ഈ വിശ്വാസ ആദർശ സംഹിത അവനവന്റെ ഇച്ഛയുമായി യോജിക്കണം. എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നതും അള്ളാഹു കൽപ്പിക്കുന്നതും ഒന്ന് എന്ന നിലക്ക് വേണം. അല്ലാതെ നിരന്തര സംഘട്ടനമല്ല. എന്താപ്പ ചെയ്യല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്ന നിലക്ക്, എന്താപ്പ സ്വീകരിക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്ന നിലക്കല്ല അവർ ഹിദായത്തിനെ സ്വീകരിക്കേണ്ടത്. ഹിദായത്ത് അള്ളാന്റെ കൽപ്പനകള്, നിയമനിർദ്ദേശങ്ങള് മനുഷ്യന്റെ ഇച്ഛയുമായി യോജിക്കണം. ആ യോജിക്കണമെങ്കിൽ അവന്റെ മനസ്സിൽ ഈമാനികമായ പാകതയുണ്ടാവണം. അതാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്ന് പറഞ്ഞൊരു തത്വം അതാണ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ ദൈവിക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിവർത്തിപ്പിക്കണമെങ്കിൽ ആന്തരികമായ വലിയ മെയ്വഴക്കം നമ്മൾ കാണിക്കേണ്ടി വരും. അതിന്റെ ഉൾപ്രേരകമായി വർത്തിക്കേണ്ടത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോക വിശ്വാസമാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവസാനം പറഞ്ഞു വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഫ്ലിഹൂൻ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിജയിച്ചു എന്നതിന് അറബിയിൽ ഒരുപാട് പദങ്ങളുണ്ട്. ഫാസ, വിജയിച്ചു എന്നാണ്. ഫൗസിയ, ഫാസ, ഫൗസ്, വാലിക ഹുവൽ ഫൗസുൽ അദീം. വമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. പല സ്ഥലത്തും വിജയിച്ചവൻ എന്നതിന് ഫാസ, വിജയിച്ചു എന്ന പദം ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. നജഹ എന്ന് പറഞ്ഞ രക്ഷപ്പെട്ടു, വിജയിച്ചു എന്നാണ്. ഫലഹ എന്ന് പറഞ്ഞാലും വിജയിച്ചു എന്നാണ്. ഇവിടെ അവർ അക്കൂട്ടർ ഹിദായത്തിന്റെ മുകളിലാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ,
ഫായിസൂൻ, നാജിഹൂൻ എന്നൊന്നും പറയാതെ മുഫ്ലിഹൂൻ എന്ന് പറയുന്നതിൽ ഭാഷാപരമായ ഒരു സംഗതിയുണ്ട്. ഫല്ലാഹ് എന്ന് പറഞ്ഞത് കൃഷിക്കാരനാണ്. ഫല്ലാഹ് എന്ന പദത്തിൽ നിന്നാണ് ഫലഹ എന്ന പദവുമായി ബന്ധമുള്ളത്. ഒരു കൃഷിക്കാരൻ എന്തുമാത്രം അധ്വാനിക്കും, അവൻ അധ്വാനിക്കുന്നതിനനുസരിച്ചാണ് വിളവുണ്ടാവുക. ആ അർത്ഥത്തിൽ പരലോകത്തിന് വേണ്ടി വിജയിക്കണമെങ്കിൽ ഒരു കർഷകനെ പോലെ അധ്വാനിക്കണം എന്ന് പഠിപ്പിക്കാൻ കൂടി ആയിരിക്കണം അള്ളാഹു അലം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുഫ്ലിഹൂൻ എന്ന പദം ഫായിസൂൻ എന്നതിന് പകരം നാജിഹൂൻ എന്നതിന് പകരം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നന്നായിട്ട് അധ്വാനിക്കണം. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ മാത്രം 9 സ്ഥലത്ത് നമുക്ക് കാണാം യസ് അലൂനക്ക, അവർ നിന്നോട് ചോദിക്കുന്നു. ആര്? സഹാബികൾ. ആരോട്? പ്രവാചകനോട്. എന്താ ചോദിക്കുന്നത്? മുഴുവൻ പരലോക സംബന്ധമായ കാര്യങ്ങളാണ്. അപ്പൊ അന്വേഷണം, സഹാബികളുടെ അന്വേഷണം, പഠനം, റൂട്ട് മാറി. അതുവരെ അവർ ജീവിച്ചത്, അന്വേഷിച്ചത് എവിടെയാണ് പെണ്ണ് കിട്ടുക, എവിടെയാണ് കള്ള് കിട്ടുക, എവിടെയാണ് സംഘടന ഉണ്ടാക്കാനുള്ള വല്ല വഴിയും എന്ന് അന്വേഷിച്ച അറബികളിൽ മാറ്റമുണ്ടായി. അവരുടെ അന്വേഷണം മുഴുവൻ പരലോകത്തെ സംബന്ധിച്ച ദീൻ പഠിക്കാൻ അവർ സമയവും സന്ദർഭവും കണ്ടെത്തി. ഊഴം വെച്ചിട്ട് അവർ ദീൻ പഠിച്ചു. ഊഴം വെക്കുക എന്ന് പറഞ്ഞാൽ അയൽവാസികൾ തമ്മിൽ കരാറ് വെക്കുക. എന്തിന്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ അയൽവാസിയുമായി കരാറിലെത്തി. എന്താ കരാറ്? ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സദസ്സിൽ പോയാൽ ഈ അയൽവാസി പണിക്ക് പോയി വന്നിട്ട് അതിന്റെ പൈസ പകുതി ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കും. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കും. പിറ്റേന്ന് ഉമർ റളിയല്ലാഹു അൻഹു പണിക്ക് പോകും, ഇദ്ദേഹം പ്രവാചകന്റെ സദസ്സിൽ പോകും. വൈകുന്നേരം വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയ പൈസയിൽ പകുതി കണ്ടു കൊടുക്കും. ഇദ്ദേഹം അന്ന് പഠിപ്പിച്ച ദീനീ കാര്യങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ പഠനമുണ്ടാവാൻ കാരണം ലക്ഷ്യം, അവരാണ് യഥാർത്ഥ വിജയി. ആ വിജയത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാറി. അപ്പൊ പരലോകത്ത് വിജയിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ തട്ടിയപ്പോ അതിന്റെ വഴി അന്വേഷിച്ചു. അതാണ് അവർ അന്വേഷണം. അവർ തമ്മിലുള്ള മത്സരം ഏത് വിഷയത്തിലാണ്? ഇന്ന് മത്സരം നടക്കുന്നത് എവിടെയാണ്? വിദ്യാഭ്യാസ രംഗത്ത് മത്സരമുണ്ട്, വസ്ത്രം വാങ്ങുന്നിടത്ത് മത്സരമുണ്ട്, ഭക്ഷണത്തിൽ മത്സരമുണ്ട്, വാഹനത്തിൽ മത്സരമുണ്ട്, വീട് നിർമ്മാണത്തിൽ മത്സരമുണ്ട്. ദുനിയാവിന്റെ എല്ലാ മേഖലകളിലും കടുത്ത മത്സരമുണ്ട്. കച്ചവടം തുടങ്ങാൻ വയ്യ. കാരണം എന്ത് കച്ചവടം തുടങ്ങാൻ പരാജയപ്പെടും. കാരണം എന്താ അറിയോ? ഭയങ്കര കോമ്പറ്റീഷൻ, മത്സരമുണ്ട്, ഭയങ്കര കച്ചവടം പിടിച്ചെടുക്കാൻ ഉള്ള കച്ചവട തന്ത്രങ്ങൾ ബഹുമുഖമായി നമ്മുടെ സമൂഹത്തിൽ നടക്കും. എല്ലാ മേഖലയിലും മത്സരമുണ്ട്. എന്നാൽ മദീനയിൽ കച്ചവടത്തിൽ മത്സരം ഉണ്ടായില്ല, വീട് നിർമ്മാണത്തിൽ മത്സരം ഉണ്ടായില്ല, വസ്ത്രം മാറി വാങ്ങുന്നതിൽ മത്സരം ഉണ്ടായില്ല, വാഹനത്തിന്റെ മോഡലിൽ മത്സരം ഉണ്ടായില്ല. പിന്നെ എവിടെ മത്സരം ഉണ്ടായത്? ബാങ്ക് വിളിക്കാൻ മത്സരമുണ്ടായി. ബാങ്ക് വിളിക്കാൻ, നമ്മുടെ നാട്ടിൽ ബാങ്ക് വിളിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മുഴുവൻ ബാങ്കും കൂലി കൊണ്ടുപോകുന്നത് ബീഹാരികളാണ്. ബംഗാളികളും ബീഹാരികളും ഇല്ലേ? നിങ്ങൾ കേരളത്തിലെ 99% പള്ളിയിലും ബാങ്കില്ല. കാരണം എന്താ അറിയോ? നമുക്കത് ഏറ്റവും മോശപ്പെട്ട പണിയാണ്. ഖുർആൻ ഇറങ്ങി, ആയത്തിറങ്ങി, സൂറത്തുൽ ഫുസ്സിലത്ത്, വമൻ അഹ്സനു ഖൗലം മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. സൂറത്ത് ഫുസ്സിലത്തിൽ കാണാം. എന്താണ് പറഞ്ഞതിനർത്ഥം? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സ്വന്തം ജീവിതത്തിൽ സൽക്കർമ്മം നിലനിർത്തുകയും ഞാൻ മുസ്ലിമാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വർത്തമാനം പറഞ്ഞവൻ ആരുണ്ട്? ഷാഫിഈ മദ്ഹബിലെ സുപ്രസിദ്ധനായ ഖുർആൻ വ്യാഖ്യാതാവ് ഇബ്നു കത്തീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, നസലത്ത് ഹാദിഹിൽ ആയ ഫിൽ മുഅദ്ദിനീന. ഈ ആയത്ത് ഇറങ്ങിയത് ബാങ്ക് വിളിക്കുന്നവരുടെ വിഷയത്തിലാണ്. പരലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന തല, ഏറ്റവും ഹൈറ്റുള്ള മനുഷ്യന്മാര് ബാങ്ക് വിളിക്കുന്നവരാണ്. എന്താ ഈ ഹൈറ്റിന്റെ നെഞ്ചുന്തി അഭിമാനത്തോട് നടക്കുകയാണ്. കാരണം ഒരു മഹലിൽ ഒരു ബാങ്ക് വിളി ഒരാൾ നടത്തിയാൽ ആ ബാങ്ക് കേട്ട് നമസ്കരിക്കുന്ന മുഴുവൻ ആളുകളുടെയും നമസ്കാരത്തിന്റെ കൂലി ഈ ബാങ്ക് വിളിച്ചവർക്കുണ്ട്. ബാങ്ക് കേൾക്കുന്ന മുഴുവൻ ചരാചരങ്ങളും, ചരാചരം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതും ഇല്ലാത്തതും എല്ലാ വസ്തുക്കളും ഈ ബാങ്ക് വിളിച്ചവന് വേണ്ടി പരലോകത്ത് സാക്ഷി നിൽക്കും. അപ്പോ
ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് ഔദ്യോഗികമായിട്ട് അള്ളാഹുവിന്റെ റസൂല് ബാങ്ക് വിളിക്കാൻ ഏർപ്പാടാക്കി. പക്ഷേ ബാങ്ക് വിളിന്റെ പ്രതിഫലം കേട്ടപ്പോ കണ്ണ് കാണാത്തൊരു മനുഷ്യൻ അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ആവശ്യപ്പെട്ടു, ഈ കൂലി നമുക്ക് കിട്ടണം. അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹിന്റെ റസൂല് ഏർപ്പാടാക്കിയത് തഹജ്ജുദിന്റെ ബാങ്ക് വിളിക്കാനാണ്. നോക്കി നിങ്ങൾ, സുബീക്ക് പള്ളിയിൽ പോവാൻ കഴിയൂല എന്ന് പറഞ്ഞു വന്ന മനുഷ്യൻ ബാങ്കിന്റെ കൂലി കണ്ടു കിടപ്പോ പിന്നെ ബാങ്ക് വിളിക്കാൻ തഹജ്ജുദിന്റെ സമയത്ത് മദീനത്തെ പള്ളിയിലെത്തും. ആ ബാങ്ക് ഇന്നും മക്കത്തും മദീനത്തും തുടരുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, ബാങ്ക് വിളിക്കാൻ മത്സരമുണ്ടായി, ദീൻ പഠിക്കാൻ മത്സരമുണ്ടായി, മുമ്പിലെ സഫ് കിട്ടാൻ മത്സരമുണ്ടായി. നമ്മളെ പള്ളിന്റെ ഒക്കെ സ്ഥിതി എന്താ? എവിടെയെങ്കിലും ഒന്ന് നിന്നാ മതി, മുമ്പിലെ സഫിൽ നിൽക്കുന്നവർക്ക് വേണ്ടി മലക്കൾ പ്രാർത്ഥിക്കും. ഇമാമിന്റെ വലത് ഭാഗത്ത് കിട്ടാൻ വേണ്ടി മത്സരമുണ്ടായി. അലി റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തും. ഇമാമിന്റെ തൊട്ട് ബാക്കിൽ അടയാളം വെച്ച് അവിടെ ഇരിക്കും. എന്നിട്ട് അദ്ദേഹം ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിന്റെ പുറത്തേക്ക് ഓടും. അതെന്തിനാ പുറത്തേക്ക് ഓടുന്നത്? മദീനത്തെ പള്ളിയിലേക്ക് ബാങ്ക് കേട്ട് ആണും പെണ്ണും കുട്ടികളും വരുന്ന ആ വരവുണ്ട്, ഒരു ഒഴുക്കാണ്. കാരണം അങ്ങനെ മൈതാനം പോലെ കിടക്കുന്ന മരുഭൂമിയല്ലേ, നാല് ഭാഗത്തും ആളുകൾ ഒഴുകി വരുന്നത് കാണാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹു പള്ളി ചെന്ന് സീറ്റ് പിടിച്ചതിന്റെ ശേഷം പുറത്തേക്ക് വന്ന് ഇങ്ങനെ ഒരു കല്ലിന്റെ മുകളിൽ കയറി ഇങ്ങനെ നോക്കലുണ്ട് എന്നാ. എന്നിട്ട് ആളുകൾ ഇങ്ങനെ ആണ് പെണ്ണ് കുട്ടികൾ വൃദ്ധന്മാര് വ്യത്യാസമില്ലാതെ പള്ളിക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുമ്പോൾ അദ്ദേഹം ഓതും, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. റിജാലുൻ ആണുങ്ങൾ, അതാണ് ആണത്വം. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അള്ളാന്റെ സ്മരണയിലേക്ക് വരുന്നതിൽ ഈ മനുഷ്യർക്ക് കച്ചവടമോ കൊടുക്കൽ വാങ്ങലുകളോ ഒന്നും തടസ്സമാകണില്ലല്ലോ. എന്തൊരു വരവാണിത്! എന്താ കാരണം? യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിറച്ചു പോകുന്ന ഒരു ദിവസത്തെ പേടിച്ചിട്ടാണ് ഈ മനുഷ്യന്മാര് പാരാവാരം പോലെ പള്ളിയിലേക്ക് ഒഴുകി വരുന്നത് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ, സഫ് കിട്ടാൻ, ജമാഅത്ത് കിട്ടാൻ മത്സരമുണ്ടായി. യുദ്ധത്തിന് പോകാൻ മത്സരം ഉണ്ടായില്ല. ആലോചിച്ച് നോക്കിയാൽ ലോകത്ത് എന്തും നമുക്ക് സഹിക്കാം, ഇതൊക്കെ നമുക്ക് നിസ്കാരം നിർബന്ധമാണ്, ജമാഅത്ത് നിസ്കരിച്ചാൽ കൂടി. യുദ്ധത്തിന് പോകാൻ മത്സരം ഉണ്ടായി. മദീനത്തെ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കരിച്ച് വീട്ടിൽ വന്നു. വീണ്ടും പള്ളിയിൽ നിന്ന് ഒരു സംസാരം കേൾക്കുക. വാപ്പ മോനോട് പറഞ്ഞു, മോനെ പള്ളിയിൽ നിന്ന് എന്തോ ഒരു സംസാരം ഉണ്ടല്ലോ, ഒന്ന് പോയി നോക്ക്. മകൻ അഴിച്ചു വെച്ച കുപ്പായം രണ്ടാമത് എടുത്തിട്ടിട്ട് പള്ളിക്ക് ഓടുകയാണ്. ഓടിയിട്ട് പിന്നെ ഓടി വന്ന് വാളും എടുത്ത് പോണതാണ് വാപ്പ കാണുന്നത്. ആടെ നിൽക്കടോ, ഞാനല്ലേ നിന്നെ പറഞ്ഞയച്ചത്, എന്താ പള്ളിയിൽ വിശേഷം? ഓ ഉപ്പ, ഞാനത് മറന്നുപോയി, ജിഹാദിന് യുദ്ധത്തിന് പോകാൻ റസൂലുള്ള വിളിച്ചിരിക്കുന്നു, യുദ്ധത്തിന് പോവാ. നോക്കിങ്ങൾ, യാത്ര പറഞ്ഞിട്ടും കൂടി ഇല്ല, മറന്നുപോയി. ബാപ്പ പറഞ്ഞു, മോനെ ഞാന് വയസ്സനാണ്, നീ ഒരു യുവാവാണ്, എനിക്ക് ഇനി ഒരു യുദ്ധത്തിന് അവസരം ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഈ യുദ്ധത്തിന് നിനക്ക് പകരം ഞാൻ പോവാം. ഐ പറ്റൂല. ഈ ചർച്ച കുറെ സമയം നീണ്ടു. അവസാനം ഉമ്മ വന്നിട്ടൊരു കോംപ്രമൈസ്, മോനെ ബാപ്പല്ലേ എന്നോട് ചോദിച്ചത്, എന്നാ ഈ യുദ്ധത്തിന് ബാപ്പ പോയിക്കോളൂ. നിങ്ങൾ ആലോചിക്കുക, ഭർത്താവിനെ പറഞ്ഞേക്കണം, തിരിച്ചു വന്നോളന്നുണ്ടോ? അപ്പൊ മകൻ പറഞ്ഞൊരു മറുപടി, ലൗ ലൽ ജന്ന ല ആതറക്. ഉപ്പ, സ്വർഗത്തിന്റെ വിഷയമായിപ്പോയി, അല്ലെങ്കിൽ ദുനിയാവിന്റെ ഏത് കാര്യമാണെങ്കിലും ഞാൻ താങ്കൾക്ക് മുൻഗണന നൽകുമായിരുന്നു, പക്ഷെ ഇത് സ്വർഗത്തിന്റെ വിഷയമായിപ്പോയി അപ്പ, ഇതിൽ കോംപ്രമൈസ് ഇല്ല. അവസാനം നറുക്കിട്ട് ഈ മകൻ യുദ്ധത്തിന് പോകുന്നു. ആ മകൻ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആലോചിക്കണം, സൽക്കാരത്തിന് പോകാനല്ല ഈ മത്സരം, യുദ്ധത്തിന് പോകാൻ മത്സരമുണ്ടായി. ഇനി അവരുടെ മനസ്സിലെ പരിഭ്രമം, നമ്മള് കേരളത്തില് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്, കേരളത്തിലെ 12% ആളുകൾക്ക് ഒരു മനോരോഗ വിദഗ്ധന്റെ ചികിത്സയും സാന്നിധ്യവും ആവശ്യമുള്ള വിധം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. നിയമസഭയിൽ പറഞ്ഞു. എന്താ കാരണം? ഒക്കെ ദുനിയാവാ. ഇനി നിങ്ങൾ പറയൂ,
നിങ്ങൾക്ക് പരിചയമുള്ള ഡിപ്രഷനിലോ അല്ലെങ്കിൽ പിന്നെ ഈ മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന എല്ലാവരുടെയും കാരണം ദുനിയാവല്ലേ? ആരെങ്കിലും ഖബറിനെ പറ്റി ആലോചിച്ച് ഡിപ്രഷനായി നിങ്ങൾ കേട്ടണോ? മരണാനന്തര ജീവിതത്തെ പറ്റി ആലോചിച്ച് ഡിപ്രഷനായി നിങ്ങൾ കേട്ടണോ? ഇല്ലല്ലോ. എന്നാൽ സ്വഹാബികൾക്കിടയിലുണ്ടായിരുന്ന പരിഭ്രമം, ഒരിക്കൽ പാവപ്പെട്ട സ്വഹാബികൾ, ദരിദ്രരാണ്, അവർ പള്ളിയിൽ തന്നെ താമസിക്കുന്ന അഹ്ലുസുഫ എന്നാണ്, തിണ്ണയുടെ ആളുകൾ എന്നാണ് അവർ അറിയപ്പെടുക. ആ ആളുകൾ ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയും, പ്രവാചകരെ, ദഹബ അഹ്ലുദ്ദുസൂരി ബിൽ ഉജൂർ, പണക്കാര് കൂലി മുഴുവൻ കൊണ്ടുപോയി പ്രവാചകര്, ഞങ്ങൾക്ക് ഒന്നുമില്ല. മനസ്സിലായില്ല. യുസല്ലൂന കമാനുസല്ലി യസൂമൂന കമാനസൂമു, ഞങ്ങൾ നമസ്കരിക്കുന്നു, പൈസക്കാർ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോൽബ് വെൽക്കുന്നുണ്ട്, പോലും നോൽബ് വെൽക്കുന്നുണ്ട്, അതിലൊക്കെ ഈക്വലാണ്. പക്ഷേ സമ്പത്ത് കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത സ്വതക്ക ചെയ്തിട്ട് അവർ സ്വർഗത്തിന്റെ പടവുകൾ നേടുന്നു. ഞങ്ങളടുത്ത് പൈസ അല്ല പ്രവാചകരെ, എന്താപ്പ കാട്ടുക? നോക്കിങ്ങൾ ആ പാവപ്പെട്ട മനുഷ്യരുടെ പരിഭ്രമം. വീടുണ്ടായില്ല, എത്ര കാലമായി പള്ളിന്റെ മൂലയിൽ കിടക്കണ്, മര്യാദക്ക് ഇട്ടുകൊടുക്കാൻ തുണിയും കുപ്പായുമില്ല, കഴിക്കാൻ ഭക്ഷണമല്ല, ഈ ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ. എന്താ പറഞ്ഞത്? പണക്കാര് കൂലി മുഴുവൻ കൊണ്ടുപോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സദഖ എന്നുണ്ട് പൈസ കൊടുക്കൽ മാത്രമല്ല, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ സദഖയാണ്. ഖുർആനിൽ ഓരോ അക്ഷരം സദഖയാണ്. വഴി അറിയാത്ത ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കൽ സദഖയാണ്. വാഹനത്തിൽ കയറാൻ സഹായിക്കൽ സദഖയാണ്. കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മയും സദഖയാണ്. അതൊക്കെ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് ഓലെ മുമ്പിലേക്ക് എത്തിക്കോളി. ഒരു സന്തോഷായി. ഇവരവിടെ പോയിട്ട് സ്വതക്കയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നന്മയും ഖുർആനോത്തും ദിക്റും സലാത്തും ഒക്കെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു വന്നു പരാതിയുമായി. എന്താ പരാതി? പ്രവാചകൻ, ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്ക് തോറ്റെന്നു. അതെന്താ കാര്യം? ഞങ്ങൾ ചെയ്യുന്നതെല്ലാം പണക്കാർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം പണക്കാർ ചെയ്യാൻ തുടങ്ങിയ അവർ പിന്നെ അവർ മുമ്പിലെത്തില്ലേ? ഇതാണ് മനസ്സിലാക്കുക. അതാണ് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ്, അക്കൂട്ടരാണ് വിജയിച്ചവർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അവിശ്വാസികളെ സംബന്ധിച്ചാണ് വിശദീകരിക്കുക. ഇന്നല്ലദീന കഫറു, ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടർ, കഫറു, അവർ അവിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അവിശ്വസിച്ചവരായ ആളുകൾ, സവാഉൻ അലൈഹിം, സവാ എന്ന് പറഞ്ഞത് സമമാകുന്നു എന്നാ, അലൈഹിം അവരെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു. ആ അന്തർത്തഹും അം ലം തുന്തിറുഹും ലായുമിനു. ആ അന്തർത്തവും, അന്തറ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുക. അന്തർത്തഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകി. ആ അന്തർത്തഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയോ? അം, അതല്ല, ലം തുന്തിർഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ? രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം സവാഉൻ, സമമാകുന്നു. ഫഹും ലാ യുമിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഇതാണ് ഇതിന്റെ പദാനുപദ അർത്ഥം. ഇന്നല്ലദീന കഫറു, തീർച്ചയായും അവിശ്വസിച്ച ആളുകൾ, സവാഉൻ അലൈഹിം, അവരെ സംബന്ധിച്ചിടത്തോളം സമമാണ്. അ അന്തർത്തഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയോ? അം, അതല്ല, ലം തുന്തിർഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ? രണ്ടും സമമാണ്. വഹും ലാ യുമിനൂൻ, അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. ഇതാണ് വിഷയം. ഇപ്പൊ കാഫിരീങ്ങൾ, കഫറ എന്ന വാക്കിന്റെ അർത്ഥം മറച്ചു വെച്ചു, മൂടി വെച്ചു എന്നൊക്കെയാണ്. അപ്പൊ കാഫിർ എന്ന് കർഷകന് പറയും. കാരണം അയാൾ വിത്ത് ഭൂമിന്റെ അടിയിൽ മറച്ചു വെക്കുന്ന ആളാണ്. രാത്രിക്ക് പകലിനെ മറച്ചു വെക്കുന്നവർ എന്ന അർത്ഥത്തിൽ കാഫിർ എന്ന് ഉപയോഗിക്കും. അതേപോലെ തന്നെ കുഫറുൻ, കുഫറാൻ, കുഫൂർ, ഇതൊക്കെ അവിശ്വാസം, സത്യനിഷേധം, നന്ദികേട് എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അവിശ്വാസം എന്നർത്ഥമുണ്ട്, സത്യനിഷേധം എന്നർത്ഥമുണ്ട്, നന്ദികേട് എന്നും കഫറ എന്ന വാക്കിന് പറയും. അവിശ്വാസം, സത്യനിഷേധം എന്നതിന് ഖുർആൻ കൂടുതൽ ഉപയോഗിച്ചത് കുഫർ എന്ന പദമാണ്. നന്ദികേടിന് ഖുർആൻ ഉപയോഗിച്ചത് കുഫറാൻ. കുഫൂർ എന്നത് അവിശ്വാസത്തിനും നന്ദികേടിനും അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. മുഅ്മിൻ എന്നതിന്റെ നേരെ എതിരാണ് കാഫിർ. അപ്പൊ വിശ്വാസി അല്ലാത്ത എല്ലാവരും കാഫിറാണ്. എല്ലാ കാഫിറുകളും ഒരുപോലെയല്ല.
ലക്ഷ്യങ്ങളും തെളിവുകളും അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവരെ പറ്റിയാണ് ഇവിടെ പരാമർശം. അവരൊരിക്കലും വിശ്വസിക്കില്ല എന്നാണ്. എന്നാൽ അറിവില്ലായ്മ കൊണ്ട് അവിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മൾ നിരന്തരം ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കണം. അവരിൽ മാറ്റം പ്രതീക്ഷിക്കാം. ധിക്കാരം കൊണ്ടും പരിഹാസം കൊണ്ടും നിഷേധിക്കുന്നവരുണ്ട്. അവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂല. അവഗണന കൊണ്ടും ചിന്താശൂന്യത കൊണ്ടും അവിശ്വാസികളായി ജീവിക്കുന്ന ആളുണ്ട്. അവരെ ചിന്തയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ. ഇതിലിപ്പോ ഇവിടെ പറഞ്ഞത് ഒന്നാമത്തെ വിഭാഗമാണ്. അഥവാ ലക്ഷ്യങ്ങളും തെളിവുകളും അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ പറയും, ഉറക്കം നടിച്ചു കിടക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല, ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്താൻ കഴിയൂ നമ്മൾ എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ഈ അറിവില്ലായ്മ കൊണ്ട് നിഷേധിയായി പോയ ആളുകൾക്ക് നമ്മൾ നിരന്തരം ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കണം. ഒരു അറാബി വന്നിട്ട് ഒരിക്കൽ ചോദിച്ചല്ലോ, എന്താ മുഹമ്മദ് ഇവിടെ പ്രശ്നം? ഇവിടെ ഈ പ്രവാചകനാണ് അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങൾ തമ്മിൽ ഈ ദഅവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അതിസംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെ പ്രവാചകരും എണ്ണത്തിൽ കുറവായ സ്വഹാബികൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു അറാബി ചോദിച്ചതാണ്, എന്താ മുഹമ്മദേ പ്രശ്നം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്നാണ് ഞാൻ എന്നോട് പറഞ്ഞത്. അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണ് ഞാൻ ഇവരോട് പറയുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അക്റർത്തു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അദ്ദേഹത്തിന് വിഷയം കിട്ടിയില്ല. കിട്ടിയ ഉടനെ അദ്ദേഹം അംഗീകരിച്ചു. അത് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒട്ടകം കെട്ടി തിരിഞ്ഞതാ. ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ഇയാൾ വീണുപോയി, മരിച്ചുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല, അക്റർത്തു, ഞാൻ അംഗീകരിച്ചു എന്നേ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമില ഖലീലൻ നാല കതീറൻ. ഇയാൾ വളരെ കുറച്ച് മാത്രം ചെയ്തു, ഒരുപാട് നേടി. ഒന്ന് നിസ്കരിക്കുക ഒന്നും ചെയ്തില്ല. അഖറർത്തു, നിങ്ങൾ അപ്പറഞ്ഞ സംഗതി ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞ അടുത്ത നിമിഷം ഇയാൾ മരിച്ചു വീഴുകയാണ്. എങ്ങനെ മരിച്ചു വീണത്? ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വീണിട്ട് കഴുത്തിന്റെ കൊല്ലി പൊട്ടിപ്പോയതാണ്. തൽക്ഷണം മരിച്ചുപോയി. സ്വർഗം കിട്ടിയെന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ അറിവില്ലായ്മ കൊണ്ട്, കിട്ടാത്തത് കൊണ്ട് ആളുകൾക്ക് ഉള്ള അവിശ്വാസം നമ്മൾ എത്തിച്ചു കൊടുത്താൽ അത് തീരും. അതിന് ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന താല്പര്യം എത്രമാത്രം, ജനങ്ങൾ ഹിദായത്ത് സ്വീകരിക്കണം എന്നതിലുള്ള ആഗ്രഹം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ സന്ദർഭങ്ങൾ മാത്രം എടുത്ത് ശേഖരിച്ച ഗ്രന്ഥങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ച സന്ദർഭങ്ങൾ മാത്രം ശേഖരിച്ച ഗ്രന്ഥങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം പിടിച്ച സന്ദർഭങ്ങൾ മാത്രം എടുത്ത് ശേഖരിച്ച ഗ്രന്ഥങ്ങളുണ്ട്. ആ കരഞ്ഞ സന്ദർഭം മാത്രം ശേഖരിച്ച ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കി. അള്ളാഹുവിന്റെ റസൂൽ കരയേണ്ട എത്ര സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹുവിന്റെ വഫാത്ത്, അബൂ താലിബിന്റെ വഫാത്ത്, 7 മക്കളെ പടച്ചവൻ കൊടുത്തിട്ട് 6 മക്കളും ബാപ്പ ജീവിച്ചിരിക്കാൻ മരിച്ചുപോയ ബാപ്പന്റെ പേരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന് ഡിപ്രഷൻ ആവാൻ വേറെ വല്ലതും വേണം. പക്ഷെ അത്തരം സന്ദർഭത്തിലൊന്നും ചെറുതായി കണ്ണുനീര് വന്നു എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരഞ്ഞിട്ടില്ല. എന്നാൽ അബൂ താലിബ് മരിച്ചന്ന് കരഞ്ഞു. അതിന്റെ കാരണം നമുക്കറിയാലോ, അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടിയില്ലല്ലോ. അത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൂ. എന്നാൽ അബൂലഹബ് മരിച്ചെന്നും കരഞ്ഞു. അബൂലഹബ് മരിച്ചെന്ന് നമ്മളാണെങ്കിൽ പടക്കം പൊട്ടിച്ച് ആസ്വദിക്കുക ചെയ്യുക. കാരണം എന്താ അറിയോ, ആദ്യത്തെ പ്രബോധനം കുടുംബസംഗമാണ്. പ്രവാചകരെ, താങ്കൾ തൊട്ടടുത്ത ബന്ധുക്കളെ വിളിച്ച് ചേർത്തിട്ട് ദഅവത്ത് നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബക്കാരെ വിളിച്ചിട്ട് സ്വഫാ കുന്നിന്റെ അവിടെ നിർത്തിയിട്ട് തുടങ്ങിയ ദഅവത്ത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അവിടെ വെച്ചിട്ട് അദ്ദേഹം റസൂലുള്ള ചോദിച്ചൊരു ചോദ്യം, ഈ സഫാ കുന്നിന്റെ പിൻഭാഗത്ത് നിങ്ങൾ ആക്രമിക്കാൻ ഒരു സൈന്യം വന്ന് നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, തീർച്ചയായും വിശ്വസിക്കും. കാരണം എന്താ, താങ്കൾ ജീവിതത്തിലേക്ക് ഒരു കളവ് പറഞ്ഞിട്ടില്ല. എങ്കിൽ അതിനേക്കാൾ വലിയ സത്യമാണ് എന്ന് പറയുന്നത് തൗഹീദും പരലോകങ്ങൾ പറഞ്ഞപ്പോ ആദ്യത്തെ വിമത ശബ്ദം പുറത്തു വന്നത് അബൂലഹബിന്റെ നാവിൽ നിന്നാണ്. തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം. ലിഹാദ ജമഅതന, ഇത് പറയാനാണോ നീ ഞങ്ങളവിടെ വിളിച്ചു വരുത്തിയത്? ആ വിമത ശബ്ദം മരിക്കുന്നത് വരെ തുടർന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന്
അവൻ പ്രവാചകന് നേരെ നടത്തിയ അതേ പദം കൊണ്ട് അവനെ ശപിച്ചു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം എന്ന് പറഞ്ഞ അതേ വാക്കുകൊണ്ട് അള്ളവനു തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനത്തെ അബൂലഹബ്, അവന്റെ ഭാര്യയായ ഉമ്മു ജമീല, ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമട്ടുകാരി എന്ന് ഖുർആൻ ആക്ഷേപിച്ച ആ പെണ്ണ്, ഇവർ രണ്ടുപേരും മരിച്ച ദിവസം റസൂലുള്ള കരഞ്ഞു. എന്തേ? പ്രവാചകൻ പറയാ അവർക്ക് ഹിദായത്ത് കിട്ടിയില്ലല്ലോ. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ. എല്ലാ വെള്ളിയാഴ്ച നാം പോകുന്ന സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്ത് തന്നെ കാണാം, ജനങ്ങൾ ഇത് വിശ്വസിക്കാത്തതിന്റെ പേരിൽ അതിനെപ്പറ്റി ചിന്തിച്ച് ടെൻഷനായി താങ്കളെ തന്നെ നഷ്ടപ്പെടുത്തി കളയുമോ എന്ന് അള്ളാഹു ചോദിക്കുമാറ് അത്രയേറെ മാനസിക വ്യഥ, ജനങ്ങള് ഹിദായത്ത് സ്വീകരിക്കണം എന്ന ആഗ്രഹം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ജൂതനായ ഒരു മനുഷ്യന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നമ്മളെല്ലാവരും കേട്ട ചരിത്ര. മയ്യത്ത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു, സ്വഹാബികൾ എഴുന്നേറ്റ് നിന്നു. മയ്യത്താട് പോയി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു, സ്വഹാബികൾ ഇരുന്നു. കൂട്ടത്തിലൊരാൾ ചോദിച്ചു, പ്രവാചകരെ നിങ്ങൾ എന്തിനാ ഏറ്റുന്നത്? ജൂതന്റെ മയ്യത്തല്ലേ പോയത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞൊരു മറുപടി, അലൈസത്ത് നഫ്സ, അയാളൊരു മനുഷ്യനല്ലേ. ഇതിന്റെ ബാക്കി ചരിത്രം എന്താ? അള്ളാഹുവിന്റെ റസൂൽ ഗദ്ഗദത്തോടെ പറയാ, പടച്ചോനെ, ഞാനൊരു പ്രവാചകനായി ഇവിടെ ജീവിച്ചിരിക്കെ അയാൾ ജൂതനായി മരിച്ചു പോകേണ്ടി വന്നല്ലോ. നോക്കികൾ, ഒരു ജൂതൻ എന്ന് പറഞ്ഞാൽ എന്നും ഇസ്ലാമിന് ശത്രു. ഇത്രയേറെ ഇസ്ലാമിന് ദ്രോഹം ചെയ്തൊരു വിഭാഗമല്ല. അവരും കപടവിശ്വാസവും ചേർന്ന് പ്രവാചകന്റെയും കുടുംബത്തിന്റെ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ആ കൂട്ടത്തിൽ ഒരുത്തം മരിച്ചു, ഹിദായത്ത് കിട്ടാതെ മരിച്ചപ്പോ അള്ളാന്റെ റസൂൽ പറയാം, ഞാനൊരു പ്രവാചകനായിട്ട് ജീവിച്ചിരിക്കെ പടച്ചവനാക്ക് ഹിദായത്ത് കിട്ടിയില്ലല്ലോ. നോക്കിങ്ങൾ, ഈ ഒരു മനുഷ്യ സ്നേഹം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് കാരുണ്യമാണ്, ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നത് കാരുണ്യമാണ്, ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നത് കാരുണ്യമാണ്. എന്നാൽ നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കൈപിടിച്ച് അയാളെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അത് കാരുണ്യത്തിന്റെ കര കാണാ കടലാണ്. അതിന്റെ രൂപങ്ങളായിരുന്നു പ്രവാചകന്മാർ. വിശ്വാസം പറഞ്ഞല്ലോ, ഒരു പ്രവാചകൻ, അദ്ദേഹത്തെ ജനങ്ങൾ ഉപദ്രവിക്കുകയാണ്, രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. അപ്പോഴും ആൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പടച്ചോനെ, എന്റെ സമുദായത്തിന് പുറത്തു കൊടുക്കണേ റബ്ബേ, അറിവില്ലാത്ത ആളുകളാണ്. ത്വായിഫിൽ നിന്ന് കിട്ടിയ ക്രൂരമായ മർദ്ദനങ്ങൾ നമുക്കറിയാലോ. ഏറ്റവും വേദനാജനകമായ അനുഭവം എന്ന് റസൂൽ പലപ്പോഴും അനുസ്മരിച്ചത് ത്വായിഫ് യാത്രയായിരുന്നു. അങ്ങാടി പിള്ളേര് കല്ലെടുത്ത് എറിഞ്ഞ് പുറത്ത് ഏറുകൊണ്ട് രക്തമൊലിച്ച് ചെരുപ്പും കാലും തമ്മിൽ ഒട്ടിപ്പോയി. അത്രയേറെ പ്രയാസപ്പെട്ടു. മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, ത്വായിഫ് എന്ന് പറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്, ആ പർവ്വതങ്ങളൊക്കെ അവരുടെ തലയിൽ കിട്ടിട്ട് അവരെ തകർത്ത് കളയണോ? നിങ്ങൾ സമ്മതം തന്നാൽ ഞാൻ റെഡിയാണ്. അള്ളാഹിനെ പറഞ്ഞയച്ചു. എന്ത്? താങ്കൾ ഉപദ്രവിച്ച ഈ ത്വായിഫ് വാസികളെ, ഈ ചുറ്റപ്പെട്ട മലകളെ അവരുടെ മേൽക്ക് തള്ളിയിട്ട് അവരെ കൊന്നുകളയണോ? നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാൽ മതി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹു അറിവില്ലാത്തവരാണ്, പുറത്തു കൊടുക്കണം. അത് മാത്രമല്ല പറഞ്ഞത്, പിന്നെ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. അവരുടെ തലമുറയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കണമെങ്കിൽ ഈ സമുദായം ഇവിടെ നിലനിൽക്കണം, അതുകൊണ്ട് അവരെ നശിപ്പിക്കരുത്. ഇത്രയേറെ ആഗ്രഹം ഹിദായത്ത് കിട്ടാൻ ഉണ്ടായിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞത്. ഈ തെളിവുകൾ കിട്ടാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് വിശ്വാസിയായി പോയ ആളുകൾക്ക് നമ്മൾ നിരന്തരമായി ഈ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതി. ഇനി അന്തർത്തഹും അംലം തുന്തിർഹും ലാ യുഅ്മിനൂൻ, നീ അവർക്ക് താക്കീത് നൽകാതിരിക്കട്ടെ, അവർ വിശ്വസിക്കൂല. അപ്പൊ ഈ താക്കീത് നൽകുക, മുന്തിർ എന്ന് പ്രവാചകന്മാർക്ക് പറയും, മുബഷിർ എന്ന് പ്രവാചകന്മാർക്ക് പറയും. അവർ ചെയ്ത രണ്ട് കാര്യം, ഒന്ന് മുന്നറിയിപ്പ് നൽകുക, മറ്റൊന്ന് സുവിശേഷം, സന്തോഷ വാർത്ത അറിയിക്കുക. ബൈബിള് മറിച്ചു നോക്കിയാൽ സുവിശേഷകന്മാരേ ഉള്ളൂ, മുന്നറിയിപ്പില്ല. എന്നാൽ ഖുർആൻ ആദ്യം മുന്നറിയിപ്പാവുന്നത്, ഇന്നാ അർസൽനാക ബിൽ ഹഖി
ബഷീറൻ വനദീറ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമുദായം ഇവിടെ നടന്നു പോയിട്ടില്ല. ഇന്നീലക്കും നദീറും മുബീൻ. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്ന ആളുകളാണ്. എന്താ കാരണം? മനുഷ്യന് മറവിയുണ്ട്, മുന്നറിയിപ്പ് നൽകണം. പിശാച് അവനെ സ്വാധീനിച്ചിട്ട് തെറ്റിലേക്ക് കൊണ്ടുപോകും, അവന് മുന്നറിയിപ്പ് നൽകണം. സാഹചര്യം മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കും, അപ്പൊ മുന്നറിയിപ്പ് നൽകണം. ഭൗതികത, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ മനുഷ്യനെ അള്ളാനെ പറ്റിയും പരലോകത്തെ പറ്റി മറപ്പിച്ചു കളയും, അപ്പൊ അവന് മുന്നറിയിപ്പ് നൽകണം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അവിശ്വസിച്ച ആളുകൾ നീ അവർക്ക് താക്കീത് നൽകിയോ അതല്ല താക്കീത് നൽകിയില്ലേ, രണ്ടും അവർക്ക് സമമാകുന്നു, അവർ വിശ്വസിക്കുകയില്ല. എന്താ കാരണം? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. ഖതമ എന്ന് പറഞ്ഞാൽ സീല് വെച്ചു. ഖതമല്ലാഹു, അല്ലാഹു സീല് വെച്ചിരിക്കുന്നു. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, ഹൃദയങ്ങളെ അല്ലാഹു സീല് വെച്ചിരിക്കുകയാണ്. വഅലാ സമഇഹിം, അവരുടെ കേൾവികളിൽ അല്ലാഹു സീല് വെച്ചിരിക്കുന്നു. വഅലാ അബ്സാരിഹിം, അവരുടെ കാഴ്ചകളിൽ അല്ലാഹു സീല് വെച്ചിരിക്കുന്നു. ഗിശാബ്, ഒരുതരം മറ സ്ഥാപിച്ചിട്ടുണ്ട്. വലഹും അദാബുൻ അദീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുദ്ര വെക്കുക, അതൊരു പാത്രത്തിന് അല്ലെ ഒരു കത്ത് മുദ്ര വെച്ചു എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ഒന്ന് എഴുതി ചേർക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും നീക്കിക്കളയാനോ സാധിക്കൂല. അപ്പൊ ഹൃദയം സീല് വെച്ചു തന്നാൽ പിന്നെ ആ ഹൃദയത്തിലേക്ക് സന്മാർഗം പ്രവേശിക്കുകയോ ഒരു നന്മക്ക് ഇടം കിട്ടുകയോ ഇല്ല. ആ വിധം അവിടെ ഹൃദയം അള്ളാഹു സീല് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ധിക്കാരവും അവിശ്വാസവും അവയാൽ അവിടെ മനസ്സ് നിറഞ്ഞിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകപക്ഷീയമായി ചില മനുഷ്യന്മാരെ മനസ്സ് അങ്ങനെ ആക്കിയതല്ല. ഇമാം റാഗിബ് റഹിമഹുല്ല പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, ഇവിടെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെച്ചു എന്ന് പറഞ്ഞാൽ അത് അവരുടെ പ്രവർത്തനം കാരണമായി, അവരുടെ ജീവിത രീതി കാരണമായി അള്ളാഹു അവരുടെ ഹൃദയത്തെ അങ്ങനെ ആക്കിയതാണ്. എന്നാൽ ചില കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ, ചില കാരണങ്ങൾ ഉണ്ടാവുമ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാകണം എന്നത് അള്ളാന്റെ പ്രകൃതി നിയമമാണ്. ആ നിലക്ക് ഇവര് തിന്മയിലേക്ക് മനുഷ്യൻ ചായ്വ് കാണിക്കുകയും ആ വഴിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അത് അലങ്കാരമുള്ളതാക്കി കൊടുക്കും അള്ളാഹു, അതിലേക്ക് താല്പര്യമിട്ട് കൊടുക്കും, ആ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരാൾ സന്മാർഗത്തിലേക്കും സൽക്കർമ്മത്തിലേക്കും പരലോകത്തിലേക്കും ചായ്വ് കാണിച്ചാലോ അവർക്ക് അത് അള്ളാഹു എളുപ്പമായി കൊടുക്കും. ഇതാണ് വിഷയം. അപ്പൊ ഒരു മനുഷ്യന്റെ ഹൃദയം അള്ളാഹു സീലി വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏകപക്ഷീയമായിട്ട് ജനിക്കുമ്പം തന്നെ ഒരു മനുഷ്യന്റെ മനസ്സങ്ങനെ ആക്കി വെക്കുകയല്ല. അവന്റെ പ്രവർത്തനം അല്ലാഹു അലാ ഖുലൂബി. ഖതമ എന്ന വാക്കിന് ഖുർആൻ വേറെ സ്ഥലത്ത് ത്വബ എന്ന് പറഞ്ഞാല് അങ്ങനെ ആക്കി, ആ രൂപത്തിൽ അവന്റെ ഹൃദയത്തെ മാറ്റി. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു, സൂറത്ത് കഹ്ഫിൽ കാണാം. അശ്രദ്ധമായി, ഹൃദയം അശ്രദ്ധമായവരെ നീ അനുസരിച്ചു പോകരുത്. ആ അശ്രദ്ധമാക്കുക, പിന്നെ എന്താ പറയാ, സീല് വെക്കുക, മൂടി വെക്കുക, കട്ടിയുള്ളതാക്കുക. വജഅൽനാ ഖുലൂബഹും ഖാസിയ, അവരുടെ ഹൃദയത്തെ അല്ലാഹു കട്ടിയുള്ളതാക്കി. വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നത്തൻ, അവരുടെ ഹൃദയത്തിൽ ഒരു തരം മൂടി സ്ഥാപിച്ചു. ഇതൊക്കെ ഖുർആൻ ഈ ഖതമ എന്ന വാക്കിന് പകരം പല സ്ഥലത്ത് ഉപയോഗിച്ച പദങ്ങളാണ്. ഇതൊന്നും ഏകപക്ഷീയമല്ല. ഒരു മനുഷ്യന്റെ വിശ്വാസവും കർമ്മവും തെറ്റിപ്പോകുമ്പോൾ അവന്റെ ഹൃദയത്തെ അത് കാരണമായിട്ട് അള്ളാഹു ആ നിലയിലേക്ക് ആക്കി തീർക്കുന്നു എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അള്ളാഹു ഏകപക്ഷീയമായിട്ട് ഒരു മനുഷ്യന്റെ ഹൃദയം ഒരിക്കലും സീല് വെക്കൂല. നമ്മൾ കേട്ടിട്ടില്ലേ, ജുമഅക്ക് 3 ആഴ്ച ജുമഅക്ക് വന്നിട്ടില്ലെങ്കിൽ അവന്റെ ഹൃദയം അള്ളാഹു സീല് വെക്കും. അപ്പൊ സീല് വെക്കാൻ കാരണക്കാരനാരാ? 3 ആഴ്ച ഇയാൾ ജുമഅക്ക് പോയില്ല. ജുമഅക്ക് പോകാത്തവന്റെ ഹൃദയം സീല് വെക്കുക എന്ന അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അതുപോലെ അവിശ്വാസവും ധിക്കാരവും തോന്നിവാസവും ജീവിത ശൈലിയായി സ്വീകരിക്കുമ്പോൾ
അവരുടെ മനസ്സ് അങ്ങോട്ട് ചായ്വ് കാണിച്ച് അതിന് പാകപ്പെടുത്തി കൊടുക്കും. നന്മക്ക് പ്രവേശനം ഉണ്ടാവില്ല. അതാണ് തബ അല്ലാഹു ഖതമല്ലാഹു വജഅൽനാ ഫീ ഖുലൂബിഹിം അകിന്നതൻ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു എന്നൊക്കെ പറയുന്ന പദങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോ അള്ളാഹു ചില ഹൃദയങ്ങളെ ഈ രൂപത്തിലാക്കി തീർക്കും. അതാണ് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരി എന്ന് പറഞ്ഞാല് മനുഷ്യൻ അള്ളാഹു ഈ അവയവങ്ങളൊക്കെ കൊടുത്തത് എന്തിനാ കണ്ണ് തന്നത്? നല്ലത് കാണാനാണ്. എന്തിനാ ചെവി തന്നത്? നല്ലത് കേൾക്കാനാണ്. എന്തിനാ ഹൃദയം തന്നത്? നല്ലത് ചിന്തിക്കാനാണ്. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവില്ല. അള്ളാഹു ഈ കേൾവി ശക്തിയും കാഴ്ച ശക്തിയും ചിന്താശക്തിയും തന്നത് അവനെ കണ്ടെത്താനും നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുമാണ്. ഒരാൾ കേൾക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും തിന്മയാണെങ്കിലോ ഓനാ വഴിക്കാണ്ട് പോകും. വമൻ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത്ത് മസീറ. സൂറത്ത് നിസായിൽ അല്ലാഹു ഇതൊന്നുകൂടെ വിശദീകരിക്കുകയാണ്. വമൻ യുശാഖിഖിർ റസൂല, ആരെങ്കിലും പ്രവാചകന് എതിര് പ്രവർത്തിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവന് സന്മാർഗം എന്താണെന്ന് മനസ്സിലായതിനു ശേഷം, ഒക്കെ മനസ്സിലായിട്ടും ഒരാൾ പ്രവാചകന് എതിര് പ്രവർത്തിക്കാം. വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത ഒരു വഴിയിലൂടെ അവർ ജീവിച്ചാൽ, നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞ വഴിയിലേക്ക് നാം അവനെ തിരിച്ചു കളയും. അതാണ് പറഞ്ഞത് തബഅ അല്ലാഹു എന്ന് പറഞ്ഞത്. വനുസ്ലിഹി ജഹന്നമ, അവസാനം ജഹന്നമിലെത്തും. വസാഅത്ത് മസീറ, അത് വളരെ മോശം അടക്ക സ്ഥാനമാണ് എന്ന് പറയാം. അപ്പൊ കേൾക്കേണ്ടത് കേൾക്കാൻ അവന് സാധിക്കൂല, കാണേണ്ടത് കാണാൻ അവന് സാധിക്കൂല, ചിന്തിക്കേണ്ട റൂട്ടിൽ ചിന്തിക്കാൻ അവനക്ക് സാധിക്കൂല. അതാണ് ഈ ചിന്തകൾക്കും കണ്ണുകൾക്കും കാതുകൾക്കും ഒക്കെ മൂടി വെക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞു, ഫബശ്ശിർ ഇബാദിയല്ലദീന യസ്തമിഊനൽ ഖൗല. അവ കേൾവി അള്ളാഹ് നൽകിയത് ഉപകാരപ്പെടുന്ന ആളുകളെ പറ്റി പറയാം. അവർ അള്ളാഹിന്റെ വചനം ശ്രദ്ധിച്ച് കേൾക്കും. വയത്തബിഊന അഹ്സന, അതിൽ തനിക്ക് പിൻപറ്റാവുന്നത് പിൻപറ്റും. ഉലായിക്കല്ലദീന ഹദാഹുമുള്ള, അവർക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കും. അപ്പൊ കേൾവി ഉപകാരപ്പെട്ട ആളുകളാണ് അവർ. സമിഅന വഅതഅന, കേൾവി ഉപകാരപ്പെട്ട ആളുകളാണ്. ചിന്ത ഉപകാരപ്പെട്ട ആളുകൾ ഖുർആൻ പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ് ഇതൊക്കെ. എന്നിട്ട് അവരവനെ പറ്റി ചിന്തിച്ചിട്ട് അള്ളാഹുലേക്ക് മടങ്ങുകയാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അവരുടെ ചിന്ത അവരെ നന്മയിലേക്കും സ്വർഗത്തിലേക്കും അടുപ്പിക്കുന്നതിന്റെ ഉദാഹരണം അള്ളാഹ് ഖുർആന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ നൽകിയിട്ട് കാണേണ്ടത് കാണാതെ, കേൾക്കേണ്ടത് കേൾക്കാതെ, ഉൾക്കൊണ്ടത് ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന മനുഷ്യന്മാരെ പറ്റി ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യബ്സുറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽഅൻആമി ബൽ ഹും അളല്ല് ഉലൈക ഹുമുൽ ഗാഫിലൂൻ. സൂറത്ത് അറാഫിൽ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാഹ് പറയാ, വലഖദ് ദറഅനാ ലിജഹന്നമ, ഞാൻ ജഹന്നമിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരുപാട് ആളുകളെ. എന്നാൽ ഒരുപാട് ആളുകളെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ്. അത് ഓലെ കണ്ടാൽ അങ്ങനെയാ തോന്നുക എന്ന് പറഞ്ഞാൽ, ചില മനുഷ്യന്മാരെ തിന്നു കണ്ടാൽ ഓൻ തിന്നാൻ വേണ്ടി ജീവിക്കുന്നത്. അതുപോലെ ഇവരുടെ ജീവിതം കണ്ടാൽ തോന്നും ഇവർ അള്ളാഹു നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. എന്താ ഒരു അടയാളം? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, മനസ്സിലാക്കേണ്ട കാര്യങ്ങള് മനസ്സിലാക്കേണ്ട രൂപത്തിലും അളവിലും അവർ മനസ്സിലാക്കൂല. എന്നാൽ ഓൾക്ക് തിരിയാത്തൊരു സംഗതി ഉണ്ടാവില്ല. വലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്. ലാ യബ്സുറൂന ബിഹാ, കാണേണ്ടത് അവർ കാണൂല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്. ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കൂല, ആവശ്യമില്ലാത്തൊക്കെ കേൾക്കും. അങ്ങനെ കണ്ണും കാതും മസ്തിഷ്കവും ഉപകാരപ്പെടാത്ത ആളുകൾ ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. ഉടൻ അള്ളാഹ് തിരുത്തി, അല്ല അതിനേക്കാൾ മോശമാണ്.
ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് ഈ ദുനിയാവിൽ അശ്രദ്ധരായി ജീവിച്ചവർ. ആ അശ്രദ്ധ, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, എന്റെ കൂടെ മലക്കളുണ്ട്, എന്റെ നന്മ തിന്മ രേഖപ്പെടുത്തുന്നുണ്ട്, അലംഘനീയമായ മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തുണ്ട്, അനന്തമായ ഒരു കാലം ഖബറിൽ എനിക്ക് ജീവിതമുണ്ട്, അവിടെ ഇന്ന ഇന്ന ചോദ്യങ്ങളുണ്ട്, മഹ്ശറ പ്രതിസന്ധികളുടെ കൂമ്പാരമാണ് എന്ന കാര്യങ്ങളൊക്കെ മറന്നിങ്ങനെ ആസ്വദിച്ച് ജീവിക്കുകയാണ്. അവരോട് ഖുർആൻ പറയും, അള്ളാഹ് പറയും, ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, നീ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഗഫലത്തിലായിരുന്നുല്ലേ, അശ്രദ്ധയിലായിരുന്നുല്ലേ. എന്നിട്ടോ ഫകശഫ്നാ അൻക ഗിതാഅക്, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാനൊരു മറ വെച്ചിരുന്നു ദുനിയാവിൽ, ഞാനതാ നീക്കുകയാണ്. ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിന്റെ കണ്ണിന് ഇരുമ്പിനേക്കാൾ മൂർച്ച ഉണ്ടാവും. നീ കാണാത്ത പലതും നീ അത് കാണും. മലക്കളെ കാണും, നരകം കാണും, സ്വർഗം കാണും. ഇതൊക്കെ കാണാതെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ മാത്രം ദൃഷ്ടാന്തങ്ങൾ ഞാൻ തന്നിരുന്നു. പക്ഷേ വമൻ, നീ അതൊക്കെ പിന്തിരിഞ്ഞു പോയി അല്ലെ. സൂറത്തു താഹ മറച്ചു വെക്കേണ്ടി. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദങ്കാ, ഏതൊരുവൻ എന്റെ ഈ ഉത്ബോധനം വിട്ട് പിന്തിരിഞ്ഞു പോകുന്നുവോ അവർക്ക് ദുനിയാവിലും പരലോകത്തും ഇടുങ്ങിയ ജീവിതം ഉണ്ടാകും. ആ ഇടുക്കം സാമ്പത്തികമല്ല, ആ ഇടുക്കം മാനസികമാണ്. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഇടുക്കേതാ? സാമ്പത്തികമായിട്ട് ആർക്കും വലിയ ഇടുക്കല്ലല്ലോ, പിന്നെന്താ മാനസികമായ ഇടുക്കാണ്. എന്താ? ഖുർആൻ ഇങ്ങനെ അകന്നകന്ന് പോവാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാൻ, കേൾക്കേണ്ടത് കേൾക്കാൻ, ചിന്തിക്കേണ്ട ഗൗരവത്തിലും ആഴത്തിലും ചിന്തിക്കാൻ, എന്നിട്ട് അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കണം. അത് സാധിക്കാതെ ധിക്കാരവും അതേപോലെ തന്നെ അഹങ്കാരവും ഇത് നിമിത്തം അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ഹിദായത്തിലേക്ക് വരാൻ സാധ്യമല്ല. അതാണ് അവിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്. അടുത്തത് കപട വിശ്വാസികളാണ്. 8-ാമത്തെ ആയത്, വമിനന്നാസി, ജനങ്ങളിലുണ്ട്, മൻ, ചില ആളുകൾ, യഖൂലു, അവർ പറയും, ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, വബിൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വമാഹും, അവരല്ല, ബിമുഅ്മിനീൻ, വിശ്വാസികളല്ല. ഓരോ പദത്തിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. വമിനന്നാസി, ജനങ്ങളെ കൂട്ടത്തിലുണ്ട്, മൻ, ചിലർ. എന്താണ് അവരുടെ പ്രത്യേകത? യഖൂൽ, അവർ പറഞ്ഞുകൊണ്ടിരിക്കും, നന്നായി പറയും, വർത്താനം കേട്ടാ ഉഷാറാണ്. എന്താ പറയുക? ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, വബിൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ ജനങ്ങളെ കൂട്ടത്തിലുണ്ട്. വമാഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളല്ല. എന്തുകൊണ്ട്? ഈമാൻ എന്നത് ഇൽമല്ല, പറയാൻ കഴിയുന്ന അറിവുള്ളതുകൊണ്ടാണല്ലോ. നമുക്കൊരു വിഷയം ജനങ്ങളോട് പറയണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? അറിവ് വേണം. അവർക്ക് എന്തുണ്ട്? അറിവുണ്ട്. എന്തില്ല? ഈമാനില്ല. ഇൽമ് എന്നാണ് അറിവിന് അറബിയിൽ പറയാം. വിശ്വാസത്തിന് ഈമാൻ എന്നാ പറയാം. എന്താണ് തമ്മിലുള്ള ബന്ധം? എന്താണ് ഇത് തമ്മിലുള്ള ബന്ധമില്ലായ്മ? ഇൽമും ഈമാനും തമ്മിലുള്ള ബന്ധം, ഇൽമ് ഈമാനിനെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഖുർആൻ ആദ്യമായി പറഞ്ഞത് ഇഖ്റ, വായിക്കണം, പഠിക്കണം, ചിന്തിക്കണം. എന്തിന്? ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിനെ കണ്ടെത്താൻ. അപ്പൊ നിന്റെ അറിവും വായനയും ചിന്തയും റബ്ബിലേക്ക് അടുപ്പിച്ചിന്ത ഈമാൻ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. എന്താണ് ഇൽമും ഈമാൻ തമ്മിലുള്ള ബന്ധമില്ലായ്മ? ഇൽമല്ല ഈമാൻ. എന്താ തെളിവ്? ഈ ആയത്ത് തന്നെ, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. വളരെ ഭയപ്പെടേണ്ട ആയത്ത. കപട വിശ്വാസത്തെ പറ്റി അള്ളാഹ് പറയാം. തൊള്ളോണ്ടവര് അള്ളാഹുവിലും പരലോകത്തിൽ വിശ്വാസമുണ്ട് എന്ന് ആർജവത്തോടുകൂടി പറയും. വമാ ഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളല്ല. നമുക്ക് ഈമാനാണോ ഇൽമാണോ ഉള്ളത്? ഇന്ന് മതസംഘടനകളും ഖുർആൻ ക്ലാസുകളും ഉത്ബോധന ക്ലാസുകളും കൊണ്ട് ശബ്ദമുഖരിതമാണ്. സോഷ്യൽ മീഡിയകൾ എടുത്താൽ വയലോട് വയൽ. ഒരാഴ്ചയൊക്കെ നമ്മളെ ഫോണിലേക്ക് 100 കണക്കിന് ഹുതുബകളാണ് വിവിധ പള്ളികളിൽ വെച്ച് വിവിധ പണ്ഡിതന്മാരുടേതായി നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിലൂടെ എന്താ വർദ്ധിക്കുന്നത്? ഈമാനാണോ ഇൽമാണോ? എന്താണ് ഇൽമും ഈമാനും തമ്മിലുള്ള ബന്ധമില്ലായ്മ? ഞാനൊരു കഥ പറയാം. ഈ കൂളിമാട് ടൊബാക്കോ ഫ്രീ സോണാണ്, പുകവലി വിമുക്ത ഗ്രാമമാണ്. അവിടെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-25 വർഷം മുമ്പ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയും അവിടുത്തെ യുവാക്കളെല്ലാവരും മുന്നിട്ടിറങ്ങി വളരെ ശക്തമായ ബോധവൽക്കരണത്തിലൂടെ ഓരോ വ്യക്തിയെയും കണ്ട് സംസാരിച്ച് ലഘുലേഖ വിതരണം ചെയ്ത് പഠന ക്ലാസ്സിൽ വെച്ച് ഈ പുകവലിയിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്തി എല്ലാ ഗ്രാമത്തിലെല്ലാവരും ഒരേ മനസ്സോടെ കൂടെ നിന്ന് ആ പ്രദേശം പുകവലി വിമുക്ത ഗ്രാമമായി. ഇത് കണ്ടിട്ട് ഒരാൾ, അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇതേ ഒരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ആ പ്രദേശത്ത് LKG മുതൽ +2 വരെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം, അതൊരു അമുസ്ലിമിൻ്റെതായി. അദ്ദേഹം സ്കൂള് മൂപ്പകര ഫ്രീ, സ്റ്റേജ് മൂപ്പർ വക ഫ്രീ, എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ ചെലവും പൈസയും ഒക്കെ മൂപ്പര് തരാറ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ആളുകൾക്ക് ഈ വിഷയത്തിൽ ക്ലാസ് നന്നായിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഉത്സവ പ്രതീതി ആ ഗ്രാമത്തിൽ. എല്ലാവരും വന്നു. അങ്ങനെ ഡോക്ടർ വന്നു. അദ്ദേഹം പിന്നെ LCD പ്രൊജക്ടിന്റെ സഹായത്തോടെ നിക്കോട്ടിൻ എന്ന വിഷം നമ്മുടെ ഉള്ളിലേക്ക് കയറി അത് അന്നനാളത്തിലും ശ്വാസകോശത്തിലും ഉണ്ടാക്കുന്ന മാരകമായ ക്യാൻസറിനെ പറ്റി ചിത്രസഹിതം, ആ ക്ലാസ് കേട്ട ഒരു മനുഷ്യൻ പിന്നെ ഒരു കാരണവശാലും പുകവലിക്കൂല. അത്ര നല്ല എഫക്റ്റീവായ ആ ക്യാൻസറിന്റെ മാരകമായ അവസ്ഥ ചിത്രസഹിതമാണ് ക്ലാസ് എടുത്ത് 3-3.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും ധരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കനവലിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട് അവിടെ. അവർക്കൊക്കെ സംശയമുണ്ട്, അവർക്ക് ഇപ്പൊ തന്നെ ക്യാൻസർ ഉണ്ടോ. അവസാനം എല്ലാവരും കടലാസിൽ എഴുതി, ഇനി ഞങ്ങൾ മേലിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യൂല, ഉപയോഗിക്കൂല എന്നല്ല. അതാണ് അതിന്റെ ഓരോ വ്യക്തിയും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ഈ ക്ലാസ് എടുത്ത ഡോക്ടർ സ്കൂൾ ഓഫീസിൽ വിശ്രമിക്കുക. അപ്പോൾ സംഘാടകർ അദ്ദേഹത്തിന് നല്ല ജ്യൂസും ആപ്പിള് മുറിച്ച് ഇട്ടിട്ട് ഇയാൾക്ക് 2-3 മണിക്കൂർ ക്ലാസ് എടുത്തതല്ലേ, ഭയങ്കര ക്ഷീണം ഉണ്ടാവും. ക്ലാസ് തുടർച്ചയായിട്ട് സംസാരം അല്ലെങ്കിൽ പോലും, എന്നാലും 2-3 മണിക്കൂർ തുടർച്ചയായിട്ട് ക്ലാസ് എടുത്താണ്. അങ്ങനെ ഇതിന് ഏൽപ്പിക്കപ്പെട്ട വ്യക്തി പെട്ടെന്ന് അങ്ങാടി പോയി ജ്യൂസും ആപ്പിളും ഒക്കെ ആയിട്ട് ഓടി വന്ന് അദ്ദേഹം ഓഫീസിൽ വിശ്രമിക്കുക. ഈ ഓഫീസിലേക്ക് ഇദ്ദേഹം കുടിക്കാനുള്ള ജ്യൂസും ഫ്രൂട്ട്സുമായിട്ട് ഈ സഹോദരൻ ചെന്നപ്പോൾ ഡോക്ടറെ കയ്യിൽ സിഗരറ്റ്. ഡോക്ടർ ഇങ്ങനെ വലിച്ചു ഊതുകയാണ് ഓഫീസിൽ നിന്നിട്ട്. ഈ 3000-ഓളം ആളുകൾ ഞങ്ങൾ ഇനി മേലിൽ പുകവലി ഉപയോഗിക്കൂല എന്ന് പറഞ്ഞ ആൾക്ക് ഇൽമില്ല, ഈമാനുണ്ട്. ഈ വിഷയത്തിൽ അഗാധമായ അറിവുള്ള ഈ മനുഷ്യന് അറിവുണ്ട്, ഈമാനില്ല. നമ്മൾക്ക് ഏതാ ഉള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഹുതുബയിലൂടെ, നമ്മുടെ പഠനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഈമാൻ എന്താ ഈമാൻ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്ന കാര്യം തൻ്റെ ജീവിതത്തിൽ പകർത്തുക. കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓർക്ക് ഉണ്ടാവില്ല. അതാണ് വമിനന്നാസി മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞത്. ഈ കപട വിശ്വാസ ചരിത്രം, മക്കയിൽ കപട വിശ്വാസികളില്ല. മറിച്ച് വിശ്വാസം പുറത്ത് പറയാൻ സാധിക്കാത്ത ദുർബലരായ കുറച്ച് ആളുകൾ മക്കയിലുണ്ടായിരുന്നവർ. അവർക്കൊരു കപട വിശ്വാസികളല്ല. കപട വിശ്വാസികൾ ഉണ്ടാകുന്നത് മദീനയിലാണ്. മദീനയിൽ വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളുള്ളത്. ഒന്ന് ജൂതന്മാർ, മറ്റൊന്ന് ഹസ്രജ് ഗോത്രം, ഔസ് ഗോത്രം. ജൂതന്മാർ 3 വിഭാഗമായി, 3 ഗോത്രങ്ങളാണ്. ബനു ഖൈനുഖാഅ്, ബനു നദീർ, ബനു ഖുറൈള എന്നീ 3 ജൂത ഗോത്രങ്ങൾ ഔസ് ഹസ്രജ് എന്ന 2 അറബി ഗോത്രങ്ങളുമായിരുന്നു മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഉണ്ടായിരുന്നു. ഇതില് ഹസ്രജ് ഗോത്രവും ബനു ഖൈനുഖാഅ് എന്ന ജൂത ഗോത്രവും തമ്മിൽ സന്ധിയിലായിരുന്നു. ഔസ് ഗോത്രവും ബനു നദീറും ബനു ഖുറൈള എന്നീ 2 ഗോത്രങ്ങൾ ഔസുമായും സഖ്യത്തിലായിരുന്നു. ഈ അറബികളിൽ നിന്ന് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. എന്നാൽ ജൂതന്മാരിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഏതാനും സഹാബികൾ മാത്രമേ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ.
അതാണ് മദീനയുടെ ചിത്രം. പിന്നെ ഈ കപട വിശ്വാസയുടെ ചരിത്രം എന്താണ്? ഹസ്രജ് ഗോത്രക്കാരനായ അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സലൂൽ കപട വിശ്വാസ നേതാവാണ്. അതെങ്ങനെ കപട വിശ്വാസി ആയത്? അദ്ദേഹം സമൂഹത്തിൽ വലിയ സ്ഥാനമാനുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ മദീനയിലെ ഒരു രാജാവായി വാഴിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് വരുന്നത്. അതോടുകൂടെ ആ ചർച്ച അവസാനിച്ചു. പിന്നെ എല്ലാ ശ്രദ്ധാ കേന്ദ്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി മാറി. ഇത് ഇദ്ദേഹത്തിന് പ്രവാചകനോട് കടുത്ത വിദ്വേഷം ഉണ്ടാക്കാൻ കാരണമായി. അദ്ദേഹത്തിന്റെ അനുയായികളാണ് കപട വിശ്വാസികൾ. പ്രത്യക്ഷത്തിൽ വിശ്വാസിയായിട്ട് അഭിനയിച്ചു, ഉള്ളിൽ അവിശ്വാസം പേറി ചില സ്വഹാബികളെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് ചില ഗ്രാമീണവരായ മരുഭൂവാസികളായ അറബികൾക്കിടയിലും ഇവർക്ക് അല്പമൊക്കെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രത്യേകത, പ്രത്യക്ഷത്തിൽ അവർ വിശ്വാസിയായിട്ട് നിൽക്കുന്നു, എന്നാൽ ഉള്ളിൽ വിശ്വാസമല്ല. ഏറ്റവും കടുത്ത അപരാധമാണ്, തെറ്റാണ് നിഫാഖ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് ഈ കപട വിശ്വാസികളുള്ളത്. സഹാബികൾ വളരെ ഭയപ്പെട്ട സംഗതിയാണ് കാപ്പട്യം. അവർ ഓരോരുത്തരും ഭയപ്പെട്ടു. സ്വഹാബികളെ കണ്ട താബിഈങ്ങളിൽ പലരും രേഖപ്പെടുത്തി, സ്വഹാബികൾ കപട വിശ്വാസത്തെ പറ്റി എത്രയോ ഭയപ്പെട്ടിരുന്നു. നമുക്കെല്ലാവർക്കും കേട്ടൊരു ചരിത്രമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരിക്കുകയാണ്, സ്വഹാബികൾ ഉപദേശം കേട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയ ഒരു സ്വഹാബി വീണ്ടും പ്രവാചകന്റെ വീട്ടിൽ പള്ളിയിലേക്ക് ഓടുകയാണ്. അദ്ദേഹം പറയുന്ന വാക്ക് നാഫഖ ഹൻദല, നാഫഖ ഹൻദല. ഹൻദല മുനാഫിഖായി പോയിരിക്കുന്നു, ഹൻദല മുനാഫിഖായി പോയിരിക്കുന്നു. ഇത് പറഞ്ഞ് അദ്ദേഹം ഓടുന്നത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിന് മുമ്പ് കൂടെ. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഹൻദല, താങ്കൾ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, സിദ്ദീഖേ, എനിക്ക് തോന്നുന്നത് ഞാൻ കപട വിശ്വാസിയായിന്നാ. എന്താ കാരണം? നമ്മളിപ്പോ പ്രവാചകന്റെ സദസ്സിൽ ഇരിക്കുന്നത്, ആ പ്രവാചകന്റെ ആ നരകത്തെ പറ്റി സ്വർഗത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പം അത് കണ്ണിന്റെ മുമ്പിൽ കാണുന്ന മാതിരിയായിരുന്നു. നമ്മൾ അത്രയും ആ ഭക്തിയിലായിരുന്നു. വീട്ടിലെത്തി ഭാര്യ സന്താനങ്ങളുടെ കൂടെ കുറച്ച് തമാശയും ചിരിയും കളിയൊക്കെ ആയപ്പോ പ്രവാചകന്റെ സദസ്സിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഭക്തി അല്പം കുറഞ്ഞു പോയോന്ന് എനിക്കൊരു തോന്നല്. അപ്പൊ എനിക്ക് പേടി, ഞാൻ കപട വിശ്വാസിയായി പോയോ. നിങ്ങൾ ആലോചിക്കണം, പ്രവാചകന്റെ സദസ്സിലിരിക്കുമ്പോ ഉണ്ടായിരുന്ന ആ പടച്ചോനെ പറ്റിയുള്ള ഫിക്ർ വീട്ടിലെത്തി അല്പം കുറഞ്ഞു പോയപ്പോൾ പോലും ഓൾക്ക് തോന്നുകയാണ് ഞങ്ങൾ കപട വിശ്വാസിയായി പോയത്. അള്ളയും റസൂലും പറഞ്ഞതിന്റെ നേരെ എതിര് ജീവിച്ചിട്ട് നമുക്കൊരിക്കലും തോന്നിയില്ലല്ലോ നമ്മൾ കപട വിശ്വാസം ഉണ്ട്. അത്രയേറെ ഭയപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എനിക്കും ഉണ്ടാ പേടീന്ന്. അങ്ങനെ ഒരു രണ്ടാളും കൂടെ പിന്നെ പോകണം. രണ്ടാളും പറഞ്ഞത് നാഫക്ക അബൂബക്കർ, നാഫക്ക ഹൻദല. അള്ളാന്റെ റസൂൽ വെച്ച് എന്താണ് അബൂബക്കർ ഈ പറഞ്ഞത്? അവർ ഈ അനുഭവം പറഞ്ഞു. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്റെ മുമ്പിൽ ഇരിക്കുന്ന അതേ രൂപത്തിൽ വീട്ടിൽ പോയി ഇരിക്കാൻ കഴിയത് മലക്കളല്ലേ, മനുഷ്യന്മാരല്ലേ. മനുഷ്യന്മാർക്ക് ചിലപ്പം ഈമാനിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവാം. അത് ഒരിക്കലും കപട വിശ്വാസിയാണെന്ന് വിചാരിക്കരുത്. അത്രയും ഭയപ്പെട്ടവർ. ഹുദൈഫത്തുൽ യമാനി പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ഈ രഹസ്യങ്ങൾ കപട വിശ്വാസികളോട് പറഞ്ഞാൽ എന്തുണ്ടാവും? ഇസ്ലാം തകർന്നു പോകും. അപ്പൊ ഇസ്ലാമിലെ രഹസ്യങ്ങൾ കപട വിശ്വാസികളോട് പറയാൻ പാടില്ല. അപ്പൊ കപട വിശ്വാസി ആരൊക്കെ എന്ന് റസൂലുള്ളാഹിക്ക് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കപട വിശ്വാസികൾ ആരൊക്കെയെന്ന് പറഞ്ഞു കൊടുത്തു. ഈ വിവരം ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അന്ന് രാത്രി അദ്ദേഹം ഹുദൈഫന്റെ വീട്ടിലെത്തി. എന്താ അറിയേണ്ടതെന്ന് അറിയോ? ഉമറിന്റെ പേര് അതിലുണ്ടോ? നിങ്ങൾ ആലോചിക്കണം, ഉമർ റളിയല്ലാഹു അൻഹു ആരാ? ഉമറും ഫിൽ ജന്ന എന്ന് റസൂലിന്റെ നാവിലൂടെ ഒരുപാട് വട്ടം കേട്ടാണ്. എന്റെ പേര് ആ കൂട്ടത്തിലുണ്ടോന്ന്. ആരൊക്കെ ഉള്ളത് ചോദിച്ചാൽ ആദ്യം ചെന്ന് ഹുദൈഫ പറഞ്ഞു പറയാൻ പറ്റൂല, എന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്, ഇത് ഒരാളോ പറയാൻ പറ്റൂലല്ലോ. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പേര് അതിലുണ്ടോ? നിങ്ങളെ പേരില്ല, വേറെ ഒന്നും ചോദിക്കരുത്. നോക്കണം നിങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലെത്തിയതാ. അത്രയേറെ ഭയപ്പെടേണ്ട ഒന്നാണ് കാപ്പട്യം. നഫ്ക് എന്ന് പറഞ്ഞ ദ്വാരം എന്നാ. ഒരു ബക്കറ്റിൽ ഓട്ട ഉണ്ടാക്കി വെള്ളം പറഞ്ഞാൽ എങ്ങനെ നടക്കും? ആ വെള്ളം ഒലിച്ചു പോകുന്നത് പോലെ ഈമാൻ ആ ഓട്ടയിലൂടെ ഒലിച്ചു പോകും. അങ്ങനെ ഈമാന് ഓട്ട വീണ ആളുകൾക്കാണ് കപ്പടന്മാർ എന്ന് പറയാ.
എന്താണ് അവരുടെ ലക്ഷണം എന്ന് ഖുർആൻ തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. കാപട്യത്തെ ഭയപ്പെടണം. ഈമാൻ ഉറച്ചു കിട്ടാൻ എപ്പോഴും പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്. എന്റെ പടച്ചോനെ, എന്റെ മനസ്സിനെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാൻ കാരണം എന്താ അറിയോ? മനസ്സൊന്ന് തെറ്റിപ്പോയാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഖുർആൻ പറയാണ്, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രം ചെയ്യുകയും ജീവിതത്തിൽ അതിന്റെ യാതൊരു അടയാളമില്ലാത്ത കപടന്മാരുണ്ട്, അവരെ സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അവിശ്വാസ വ്യതിയാനം, ഈമാൻ നഷ്ടപ്പെട്ട് കാപട്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്രയും സമയം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നാം ഓരോരുത്തരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1-2 മിനിറ്റ് കൊണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ.